നമസ്കാരം. ഇന്ന് അന്താരാഷ്ട്രത്തിൽ ഏറ്റവും വൈറലായി പ്രചാരണം നടത്തിയ ചില ദൃശ്യങ്ങൾ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിനെ തുടർന്ന് നടന്ന ബന്ദി കൈമാറ്റത്തിന്റെ ആയിരുന്നു. അതായത് 3 ബന്ദികളെ ഹമാസ് ഇസ്രായേലിന് വിട്ടുകൊടുക്കുമ്പോൾ ഏതാണ്ട് 100ഓളം ബന്ദികളെ ഇസ്രായേൽ തിരിച്ചു നൽകുന്നു. ഈ 3 ബന്ദികളെ ഇസ്രായേലിന് കൊടുത്ത വീഡിയോ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചലനങ്ങൾക്ക് അല്ലെങ്കിൽ ചർച്ചകൾക്ക് തുടക്കം ഇട്ടുകഴിഞ്ഞു. കാരണം ആ ദൃശ്യങ്ങളിൽ അല്ലെങ്കിൽ ആ വീഡിയോകളിലും ചിത്രങ്ങളിലുമൊക്കെ ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡിന്റെ ശക്തി എത്രത്തോളമാണെന്നത് വ്യക്തമായ ഒന്നാണ്. എന്ന് മാത്രമല്ല, ബന്ദികളെ ക്രൂരമായി ദുരുപയോഗം ചെയ്യുന്നു, ആക്രമിക്കുന്നു, ബന്ദികളെ മുറിവേൽപ്പിക്കുന്നു, ബന്ദികളെ തേജോവധം ചെയ്യുന്നു, അങ്ങനെ ചിത്രവധം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നിരവധിയായ ആരോപണങ്ങൾ ഹമാസിന് നേരെ ഇസ്രായേൽ തൊടുത്തു വിട്ടിരുന്നു, അല്ലെങ്കിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. എന്നാൽ ഈ 3 ബന്ദികളും നിറഞ്ഞ ചിരിയോടെ ഭംഗിയുള്ള ആളുകളായി എടുത്തു പറയേണ്ട കാര്യം അവരുടെ മുഖത്ത് പാടുകളോ മറ്റൊന്നും തന്നെ ഇല്ല എന്നതാണ്. അവരെ അൽ ഖസാം ബ്രിഗേഡിന്റെ ആളുകളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടാണ്, യാതൊരു തരത്തിലുള്ള ഒരു വിഷമമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവശതകൾ ഒന്നുമില്ലാതെയാണ് റെഡ് ക്രസന്റിന്റെ ആംബുലൻസിൽ കയറി അവർ പോകുന്നത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ലോകം പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ബന്ദികളെ മുഴുവൻ ക്രൂരമായി ദുരുപയോഗം ചെയ്യുന്നു, മർദ്ദിക്കുന്നു, ആക്രമിക്കുന്നു എന്ന് പറയുന്ന ഹമാസിനെതിരായ ആരോപണം ഇതിലൂടെ പൊളിയുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹമാസ് അവസാനിച്ചു, അല്ലെങ്കിൽ ഇനി സായുധ വിഭാഗം ഇല്ല, പൂർണ്ണമായി ഇല്ലാതായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് ഹമാസ് കഴിഞ്ഞു, ഹമാസിന് ഇല്ല, ഇറാൻ പണ്ടേ തീർന്നു, ഹൂത്തികൾ അവസാനിച്ചു, അതുപോലെ ലബനാനിലെ ഹിസ്ബുള്ള ഇനി ഒരിക്കലും തല പൊങ്ങില്ല. ഇങ്ങനെയൊക്കെയുള്ള വാചകങ്ങൾ നിരന്തരമായി പല ഓൺലൈൻ മീഡിയാസും മറ്റും അവർ അടിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കിടയിലാണ് 100-ലധികം വരുന്ന ആ അൽ ഖസാം ബ്രിഗേഡിന്റെ സൈനികർ അവരുടെ സൈനിക യൂണിഫോം ഒക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിലേക്ക് ഈ 3 പേർ കടന്നു വരുന്നു. അവരെ റെക്സസിന്റെ ആംബുലൻസിൽ കയറ്റുന്നു. അവർ 3 പേരും ഈ അൽ ഖസാം ബ്രിഗേഡിന്റെ ആളുകളെ നോക്കി പുഞ്ചിരിക്കുന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു. അതിനുശേഷം ബ്രിഗേഡിന്റെ ആളുകൾ അല്ലെങ്കിൽ ആ പറയുന്ന യൂണിഫോം ഇട്ട ആളുകൾ ഈ ഗാസയിലേക്ക് തിരിച്ചു വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ, അതായത് വടക്കൻ ഗാസയിൽ നിന്നും തെക്കൻ ഗാസയിൽ നിന്നും ഖാൻ യൂണിസിൽ നിന്നും കൂടാതെ റാഫ അതിർത്തിയിലേക്കൊക്കെ പോയിട്ടുള്ള ആളുകളെ മുഴുവൻ സ്വീകരിക്കുകയാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ നുണയന്മാരായ യൂട്യൂബർമാരൊക്കെ പറഞ്ഞു വരുത്തിയ ഒരു കാര്യം പലസ്തീനിലെ ജനങ്ങൾ ഹമാസിനെ വെറുക്കുന്നു എന്നുള്ളതാണ്. ഹമാസ് ഒരു ഭീകരവാദ സംഘടനയാണെന്നും തിരിച്ചറിഞ്ഞ് ഹമാസിനെ ഈ ഗാസയിലെ ജനങ്ങൾ പണ്ടേ വെറുത്തു എന്നൊരു വാദം ഈ പറയുന്ന മലയാളത്തിലെ കുറെ യൂട്യൂബർമാരും സോഷ്യൽ മീഡിയ ചാനലുകളും ഇറക്കുന്നുണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ എവിടെയും ഹമാസിന്റെ ആളുകളെ നോക്കിക്കൊണ്ട് മുഖം തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു മനുഷ്യരെയും അല്ലെങ്കിൽ ഒരു അഭയാർത്ഥികളെ പോലും കാണാനായില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത് ഇപ്പോൾ ഈ കൈമാറ്റം നടത്തുന്നത് ഗാസ സിറ്റിയിലാണ്. ഈ ഗാസ സിറ്റി എന്ന് പറയുന്ന ഈ പ്രദേശം ഏറ്റവും ആദ്യം പിടിച്ചെടുത്തുവെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ട സ്ഥലമാണ്. അവിടെയാണ് ഏറ്റവും ആദ്യം ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കിയെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച സ്ഥലം. അവിടെയാണ് സായുധ സേനയായിട്ടുള്ള ഹമാസിന്റെ ആളുകൾ വന്നിട്ട് അല്ലെങ്കിൽ അൽ ഖസാം ബ്രിഗേഡിന്റെ ആളുകൾ വന്നിട്ട് ഇസ്രായേലിന്റെ നേരെ കൊഞ്ഞനം കുത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവരുടെ കയ്യിലാണ് ആ പ്രദേശം ഉള്ളത് എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ഇത്രയും കാലം ഹമാസിന്റെ ആളുകൾ ഹമാസിനെ തീർത്തു എന്ന് പറഞ്ഞ് ഈ ഗാസ സിറ്റി കൊന്നു തള്ളിയത് ആരെയാണ്? അത് തികച്ചും സാധാരണക്കാരെയാണ്. സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ അടങ്ങുന്ന വംശഹത്യ തന്നെയാണ് അവിടെ നടത്തിയത്. അതിന് ഇതിൽ വേറെ തെളിവൊന്നും വേണ്ട എന്നതാണ് എനിക്ക് എടുത്തു പറയേണ്ട കാര്യം. ഞങ്ങൾ ഗാസ പിടിച്ചടക്കി, ഗാസ ഞങ്ങളുടെ കയ്യിലായി എന്നൊക്കെ ഇസ്രായേൽ പറയുന്ന ഈ ഒരു സമയത്ത് അൽ ഖസാം ബ്രിഗേഡിന്റെ ആളുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്ന കാര്യം. അപ്പോൾ ഇസ്രായേലിന്റെ ഓരോരോ നുണക്കഥകൾ അല്ലെങ്കിൽ അവകാശവാദങ്ങൾ, അതുപോലെ തന്നെ ഞങ്ങൾ പിടിച്ചെടുത്തു, മറിച്ചെടുത്തു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ
ഒക്കെ ഒരുപാട് അപാകതകൾ ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇതൊന്നും അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നതാണ്. അത് നമ്മൾ തുടക്കം മുതൽ പറയുന്ന വാദം ശരിയാണ് എന്ന് ലോകം അംഗീകരിക്കുകയാണ്. കാരണം ഹമാസിന്റെ ആളുകളെ കാണുമ്പോൾ, ഈ അൽ-ഖസാം ബ്രിഗേഡിന്റെ ആളുകളെ കാണുമ്പോൾ ഈ ഫലസ്തീൻ ജനത വലിയ സ്നേഹ വായ്പോടുകൂടിയാണ് അവരെ സ്നേഹിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും നൃത്തം ചുവട് വെക്കുന്നതും. അപ്പോൾ അതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടിയായിട്ടുള്ള കാര്യമാണ്. ഹമാസിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചിരിക്കുന്നു. അത് ഇസ്രായേൽ പറയുന്ന ഭാഷയിൽ ആണെങ്കിൽ ഹമാസ് പണ്ടേ തീർന്നതാണ്. പക്ഷെ ഇപ്പോൾ ഹമാസിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുകയാണ്. ഹമാസിന്റെ തലവൻ യഹ്യാ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ എന്ന് പറയുന്ന യഹ്യാ സിൻവാറിന്റെ സഹോദരനാണ് കാര്യങ്ങൾ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ദി ഷാഡോ, അതായത് നിഴൽ എന്ന് വിളിക്കപ്പെടുന്ന ആ വ്യക്തി ഹമാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടിയാലോചന നടത്തി ചെയ്യുകയാണ് എന്ന് മാത്രമല്ല, ഈ വിദ്യാർത്ഥികളായി പല പല മേഖലകളിലും ഈ റാഫ അതിർത്തിയിലുമൊക്കെ ഉൾപ്പെടെ ടെന്റുകളിലും മറ്റും കഴിഞ്ഞിരുന്ന ആളുകളെയൊക്കെ തിരിച്ചു വന്നതിന് ശേഷം നേരെ അൽ-ഖസാം ബ്രിഗേഡുമായി യോജിക്കുകയോ ഹമാസിനൊപ്പം നിൽക്കുകയോ അവരോട് ഐക്യപ്പെടുകയോ ചെയ്യുകയാണ്. കാരണം ഇത്രയും കാലം ഞങ്ങളെ ക്രൂശിലേറ്റിയ ഇസ്രായേലിനെ തിരിച്ചടി നൽകുന്ന ആരാണോ അവർക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് പരോക്ഷമായി തന്നെ അല്ലെങ്കിൽ പ്രത്യക്ഷമായി തന്നെ അവർ തെളിയിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൂടെ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ ഇസ്രായേലിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമായിരുന്ന ഭീഷണികൾ, അതായത് ശത്രുക്കളുടെ ഭീഷണികൾ ഇല്ലാതാക്കൽ എന്ന് പറയുന്ന പരിപാടി അത് നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ യുദ്ധത്തിലൂടെ തങ്ങൾ ശത്രുക്കളുടെ ശക്തി ഇരട്ടിയോ 10 മടങ്ങൊക്കെയായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന ഇസ്രായേലിന് മനസ്സിലാക്കുന്ന വിധത്തിലാക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഭീഷണിയാണ് ഇപ്പോൾ ഹമാസ് ശക്തമായി തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഹമാസിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതകരമായ ഒരു തിരിച്ച് വരവ് തന്നെയായിട്ടാണ് ഇസ്രായേൽ അതിനെ കാണുന്നതും അത് തന്നെയാണ് ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. കാരണം ഇസ്രായേൽ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഹമാസ് ഈ ഭൂമുഖത്തെ ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. പിന്നെ നമ്മൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ഈ ബന്ദികളെ ഇത്രയും കാലം ഇവരെവിടെയാണ് അവർ ഒളിപ്പിച്ചത് എന്നതാണ്. എങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്തത്, ഏതൊക്കെ വഴിയിലൂടെയാണ് അവരെ ഇവർ കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊന്നും ഇപ്പോഴും യാതൊരു തരത്തിലുള്ള ധാരണകളും ആർക്കും വന്നിട്ടില്ല. അതായത് മൂസടക്കമുള്ള ഏജൻസികൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ തലകുത്തി മറിഞ്ഞിട്ടും ഒന്നും നേടാൻ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. അതേസമയം ഈ ഫലസ്തീനിലേക്ക് മടങ്ങി വന്ന ബന്ദികൾ, അതായത് ഫലസ്തീൻകാരായ ഇസ്രായേൽ തടഞ്ഞുവെച്ച അല്ലെങ്കിൽ ഇസ്രായേലിലെ ജയിലിനുള്ളിലായിരുന്ന ബന്ദികൾ, അവർ തിരിച്ചു വന്നപ്പോൾ വലിയ സന്തോഷമാണ് ഫലസ്തീൻ ജനതയ്ക്ക് ഉണ്ടായത്. ഫലസ്തീൻ ജനത എന്ന് പറയുന്നത് ഒരിക്കലും തോൽക്കുന്ന ഒരു ജനതയല്ല. അവരെ സംബന്ധിച്ച് അവർ ഒരിക്കലും പിന്നോട്ട് പോകുന്ന ആളല്ല. യുദ്ധം വന്ന് എത്ര കണ്ട് തകർക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ തകർത്തു കഴിഞ്ഞാലും ഒരു വിധത്തിലും അവർ പിന്നോട്ട് പോയി ഞങ്ങൾ അവസാനിച്ചു, തോറ്റു, ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞ് കാലിൽ വീഴുന്ന പരിപാടിയും ഹമാസിൽ ഇല്ല എന്നുള്ളതാണ് ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഹമാസിന്റെ ശക്തമായ ഒരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കുന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഫോർട്ടി കേരള ന്യൂസ് മലയാളം.